പ്രിയപ്പെട്ടവരെ, ചെറുതാണെങ്കിലും കാരുണ്യത്തിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും ഒക്കെ ഒരു പ്രൗഢമായ സദസ്സിലാണ് നമ്മൾ ഉള്ളത്. 24-നെ കേവലം ഒരു വാർത്താ ചാനൽ എന്നതിനപ്പുറം അവരുടെ ഹൃദയവികാരമായി കൊണ്ടു നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇത്തരം വേദികൾ പുതിയതല്ല. എങ്കിലും നമുക്കറിയാം, വാർത്ത എന്നത് കേവലം യാന്ത്രികമായ ഒന്നല്ലെന്നും അത് റേറ്റിങ്ങിന് വേണ്ടിയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കച്ചവടോൽപ്പന്നം മാത്രമല്ല എന്നും, നമ്മൾ നടന്നു വരുന്ന വഴിയിൽ നമ്മുടെ വാർത്തായാത്രയിൽ കാണുന്ന വേദനിക്കുന്ന മുഖങ്ങളെ ചേർത്തുപിടിക്കലാണെന്നും, ആ ചേർത്തുപിടിക്കുന്ന വേദനിക്കുന്ന മുഖങ്ങളുടെ വേദന മാറ്റുമ്പോൾ മാത്രമാണ് ആ വാർത്തായാത്ര സാർത്ഥകമാകൂ എന്ന് 24 തുടക്കം മുതലേ പ്രിയപ്പെട്ടവർക്കറിയാം. തുടക്കം മുതലേ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാല്യൂ സിസ്റ്റമാണ്. ഒരുപക്ഷെ ആ വാല്യൂ സിസ്റ്റം അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി സ്പഷ്ടവും കുറച്ചുകൂടി കൃത്യവും കുറച്ചുകൂടി ലൗഡായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാപനമാണ് ലുലു ഗ്രൂപ്പ്. അതിൻ്റെ സ്ഥാപകൻ ശ്രീ MA യൂസഫ് അലി, റോൾ മോഡലായ, ലോകം മുഴുവൻ അറിയുന്ന ഒരു സക്സസ്ഫുൾ ഒരു ബിസിനസ് മാഗ്നറ്റ് എന്നതിനപ്പുറം ഒരുപക്ഷെ അത്തരം ഇടപെടലുകൾ, നമുക്കൊക്കെ അറിയാവുന്ന അത്തരം ഇടപെടലുകൾ, നമ്മളൊന്നും അറിയാത്ത, ഇരുചവി അറിയാത്ത, ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ പോലും അറിയാത്ത 100,000 ഇടപെടൽ കൂടിയാണ് മലയാളത്തിൻ്റെ, രാജ്യത്തിൻ്റെ അഭിമാനമായി ശ്രീ MA യൂസഫ് അലി ലോകത്തിന് മുന്നിൽ അങ്ങനെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലുലു ഗ്രൂപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ നിർമ്മിക്കുന്ന വീടുകളുടെ താക്കോൽദാന ചടങ്ങിലാണ് നമ്മളുള്ളത്. 5 വീടുകളുടെ ഒരു പ്രൊജക്റ്റാണത്. അതിലെ 4 വീടുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും മഹനീയമായ ഈ സദസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി പ്രിയപ്പെട്ട SKNet 24 ചീഫ് എഡിറ്റർ ശ്രീ R ശ്രീകണ്ഠൻ നായരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ MA യൂസഫ് അലി, ലുലു ഇൻ്റർനാഷണൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തെ കേന്ദ്ര മന്ത്രി പീയൂഷ് ഗോയൽ വിശേഷിപ്പിച്ചത് ദ റോവിംഗ് അംബാസിഡർ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. മലയാളത്തിൻ്റെ അഭിമാനം. ശ്രീ MA യൂസഫ് അലി നടന്നു വന്ന വിജയ വഴികൾ, അതിൽ നിറയെ കാരുണ്യത്തിൻ്റെ തൂവൽ സ്പർശങ്ങൾ കാണാം. ആ യാത്രയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. AV പ്ലീസ്. ഇന്ത്യയുടെ റോവിംഗ് അംബാസിഡർ എന്നാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ MA യൂസഫ് അലിയെ വിശേഷിപ്പിച്ചത്. പ്രവാസ ലോകത്ത് കപ്പലിറങ്ങി 50 ആണ്ട് പിന്നിടുമ്പോൾ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളായി MA യൂസഫ് അലി മാറി. എളിയ നിലയിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ വളർച്ചയുടെ പടവുകൾ കയറിയപ്പോഴും മനസ്സുകൊണ്ട് പഴയ നാട്ടികക്കാരൻ തന്നെയാണ് MA യൂസഫ് അലി. 37,000 ഇന്ത്യക്കാരടക്കം 73,000 ജീവനക്കാരുള്ള ആഗോളതലത്തിൽ $7.6 ബില്യൺ വാർഷിക വിറ്റുവരവുള്ള സാമ്രാജ്യത്തിന് നേതൃത്വം നൽകുമ്പോഴും ലാളിത്യവും എളിമയും MA യൂസഫ് അലി കൈവിട്ടില്ല. ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും മനസ്സ് നോവുന്നവർക്കൊപ്പമായിരുന്നു എന്നും എപ്പോഴും യൂസഫ് അലി. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ $68 ലക്ഷം യൂസഫ് അലി സംഭാവന ചെയ്തത്. കേരളത്തിലെ പ്രളയ സുനാമി ദുരന്ത ബാധിതർക്ക് യൂസഫ് അലി കൈത്താങ്ങായി. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അബുദാബിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ സൂപ്പർവൈസർ ആയിരുന്ന ഷിഹാബുദ്ദീൻ ഹൃദയാഘാതം മൂലം മരണമടഞ്ഞപ്പോൾ ജീവനക്കാരന്റെ ശവപ്പെട്ടി ചുമക്കുന്ന യൂസഫ് അലിയുടെ ദൃശ്യങ്ങൾ മലയാളി കണ്ണീർ നനവോടെയാണ് കണ്ടത്. 24 ഐഡന്റിഫൈ ചെയ്യുന്ന 5 ആളുകൾക്ക് 5 വീട് വെച്ചു കൊടുക്കാൻ ഞാൻ പ്രോമിസ് ചെയ്യുന്നു. 24ന്റെ വാർഷികത്തോടനുബന്ധിച്ച് തന്റെ പിറന്നാൾ സമ്മാനമായി 5 കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോഴും യൂസഫ് അലിയിലെ മനുഷ്യസ്നേഹിയെയാണ് കേരളം കണ്ടത്. കോട്ടയത്തെ അലീന മോഹനനും ആലപ്പുഴയിലെ സിനി കനീഷും രജിത്ര മോഹനും തൃശൂരിലെ ശോഭയും വയനാട്ടിലെ സജിനിയും ആ സ്നേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു. ഒരു വ്യവസായ പ്രമുഖൻ എന്നതിലുപരി സമൂഹത്തിൽ അനുകരണീയമായ ഒരു മാതൃകയാണ് ഇന്ന് MA യൂസഫ് അലി. റിസർച്ച് ഡെസ്ക് 24. ഏറെ ബഹുമാനത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ MA യൂസഫ് അലി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. ശ്രീ R ശ്രീകണ്ഠൻ നായരെ ഈ വേദിയിൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യണം സർ, പ്ലീസ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഷ്മി സൂചിപ്പിച്ചതുപോലെ വാർത്താ പ്രക്ഷേപണം മാത്രമല്ല നമ്മുടെ ജോലി എന്ന് തിരിച്ചറിഞ്ഞ ഒരു വാർത്താ ചാനലാണ്. ശരിക്കും കേരളത്തിലെ പല ചാരിറ്റി ഓപ്പറേഷൻസിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. പല കാരുണ്യ പദ്ധതികളുടെയും ഭാഗമാണ് നമ്മൾ. 24ന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ശ്രീ MA യൂസഫ് അലി പറഞ്ഞത്, അദ്ദേഹം ഈ വാർഷിക ആഘോഷവേളയിൽ നിങ്ങൾക്കൊരു സമ്മാനം തരാം,
5 പേർക്ക് ഞാൻ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിൽ പരം ഒരു സന്തോഷമില്ല. നിങ്ങൾക്കറിയാം, 24-ഉമായിട്ട് എപ്പോഴും വളരെ അടുത്ത് സഞ്ചരിക്കുകയും നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ സ്ഥാനമുള്ള ആളാണ് ശ്രീ എം എ യൂസഫ് അലി. ഒരു വ്യവസായി എന്നതിനേക്കാളും അപ്പുറം നമ്മുടെ വളർച്ചയിലും നമ്മുടെ ഇടപെടലിലും ഒക്കെ തന്നെ വളരെ സാഹൂതം ശ്രദ്ധിക്കുകയും വേണ്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മുടെ ഉപദേശങ്ങൾ തരികയും ആവശ്യമില്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം നമ്മളെ പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് നന്മകൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന നമ്മുടെ ഒരു ചിരകാല സുഹൃത്തും നമ്മുടെ ഗുണകാംക്ഷിയും നമ്മുടെ പരക്ഷേമകാംക്ഷയുള്ള വ്യവസായിയും ഒക്കെയാണ് അദ്ദേഹം. ഈ അടുത്ത കാലം അദ്ദേഹം IPOയിൽ ഒരു റെക്കോർഡിട്ട കാര്യം നിങ്ങൾക്കറിയാം. ലോകത്തിലൊരു പക്ഷേ 10-25-ലധികം രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വ്യാവസായിക സാന്നിധ്യം അദ്ദേഹം ഉറപ്പുവരുത്തുമ്പോഴും അദ്ദേഹം ഒരു കാര്യം നിർബന്ധം പിടിക്കുന്നു. അതായത് മൂല്യങ്ങൾ വിട്ടൊരു കളിയില്ല. മൂല്യങ്ങൾ വിട്ട് കളിക്കുന്ന ആളിനെ പടച്ചോൻ വെറുതെ വിടില്ല എന്ന വിശ്വാസക്കാരനാണ് ശ്രീ എം എ യൂസഫ് അലി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കുറേ അധികം അസംഖ്യം സാധുക്കളായ ജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹം യത്നിച്ചിട്ടുണ്ട്. പത്തനാപുരം ഗാന്ധി ഭവനിലൊക്കെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എല്ലാ ദിവസവും പറഞ്ഞു കേൾക്കും. കാര്യം ആരുമില്ലാതെ ഒരു ഗാന്ധി ഭവൻ പോലെ ഒരു അനാഥാലയത്തിലേക്ക് തള്ളപ്പെട്ട ഒരുപാട് അമ്മമാരുടെ അഭയകേന്ദ്രമാണ് ലുലു ഗ്രൂപ്പും എം എ യൂസഫ് അലിയും ഇന്ന്. അപ്പോൾ ഇന്ന് ഒരുപക്ഷെ നമ്മൾക്ക് 5 വീടുകളാണ്. അതിൽ വയനാട്ടിലെ ഒരു വീടിൻ്റെ ഒരു ലാൻഡ് കണ്ടെത്തിയപ്പോൾ ലാൻഡിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അപ്പോൾ നമ്മൾ ലാൻഡ് മാറി 5ാമത്തെ വീടിൻ്റെ പണി അവിടെ തുടങ്ങിയിട്ടുണ്ട്. 4 വീടുകൾ പൂർത്തിയായി. ഈ 4 വീടുകൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ വെളിപ്പെടുത്താൻ കഴിയുന്നത് അത് സാധാരണ ഈ കാരുണ്യ പദ്ധതി അനുസരിച്ച് നിർമ്മിക്കുന്ന വീടുകളല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ അസറ്റ് ഹോംസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ വി സുനിൽകുമാറിനെ കൂടി അനുമോദിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ശ്രീ എം എ യൂസഫ് അലി 5 വീടുകൾ വയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഒരു കാര്യം, ഈ 5 വീടുകൾ വയ്ക്കുമ്പം 1 രൂപയും അങ്ങ് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട, അങ്ങയുടെ നഷ്ടം എന്നോട് പറയുകയും വേണ്ട. പക്ഷേ അതേസമയം 5 നല്ല വീടുകളായിരിക്കണം. അത് 5 കുടുംബവും നിങ്ങളെ എപ്പോഴും ഓർക്കുന്ന രീതിയിലുള്ള വീടിൻ്റെ നിർമ്മാണമാണ് ശ്രീ എം എ യൂസഫ് അലി പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം അപ്പം തന്നെ ഈ 5 സ്ഥലങ്ങളിലായതുകൊണ്ടെന്ന് വെച്ചാൽ പ്രായോഗികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളുള്ള നിർമ്മാണം എന്നാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. പക്ഷേ 5 വീടുകളിൽ 4 വീടുകൾ അദ്ദേഹം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഒന്നാന്തരം വീടുകളാണ്. നിങ്ങൾക്കിവിടെ ദൃശ്യത്തിൽ കാണാം. ശ്രീ വി സുനിൽകുമാറും മഹേഷിനും നോക്കി നടത്തിയ മഹേഷിനും എൻ്റെ സന്തോഷം. അതോടൊപ്പം 24-ൻ്റെ ഈ കാരുണ്യ പദ്ധതിയുടെ ഭാഗമാകാൻ ശ്രീ എം എ യൂസഫ് അലി കാണിച്ച മഹാമനസ്കതയ്ക്കും അദ്ദേഹത്തിൻ്റെ ഈ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇടപെടണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കുമൊക്കെ എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടാകും. അദ്ദേഹം നമുക്കൊരു കുടുംബാംഗം പോലെയാണ് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ. കാരണം അദ്ദേഹത്തെ ഒരു വ്യവസായ പ്രമുഖൻ എന്നൊക്കെ ചാനലിലൂടെ ഞാൻ ചിലപ്പോഴൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും അതിനപ്പുറം നമുക്കറിയാവുന്ന ഒരു എം എ യൂസഫ് അലിയുണ്ട്. അത് നമ്മുടെ സാഹിത്യ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ഇന്നൊരു പക്ഷേ ഇന്ത്യയുടെ അഭിമാനമാണ് ശ്രീ എം എ യൂസഫ് അലി. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ലോകത്തെ തന്നെ ഒരു വൻകിട ശക്തികളൊന്നായി മാറിയിട്ടുള്ള ഇന്ത്യക്ക് എന്താവശ്യം വരുമ്പോഴും ഡൽഹിയിലേക്ക് ഓടിയെത്തുന്ന ഒരു ഭാരതീയൻ കൂടിയാണ് എം എ യൂസഫ് അലി. യൂസഫ് അലിയുടെ വാക്കുകൾ കേൾക്കാൻ ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും കാതോർക്കുന്നു എന്നതുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്രത്തിന് പോലും എം എ യൂസഫ് അലിയുടെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കൾക്ക് ഞങ്ങളുടെ വളരെ നന്ദി. അങ്ങയുടെ പേരും അങ്ങ് കാണിച്ച ഈ ധർമ്മവും ഒക്കെ ഈ 4 കുടുംബങ്ങളും അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ മനസ്സിലുണ്ടാകും. അവരുടെ പ്രാർത്ഥനകൾ, ഞാനൊരു വിശ്വാസിയല്ല തുറന്നു പറയാം, എന്നാലും എനിക്ക് ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്. ഒരു മനുഷ്യൻ നമ്മളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മളെ സ്വാധീനിക്കുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും അങ്ങേക്ക് ആയുരാരോഗ്യവും നല്ല ജീവിതവും സമ്മാനിക്കുന്നതിന് വഴികാട്ടിയാകും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു വൺസ് അഗൈൻ ശ്രീ എം എ യൂസഫ് അലി. താങ്ക് യു. ഈ മഹനീയമായ വേദിയിൽ ഈ ചടങ്ങിന് കാരണക്കാരൻ അല്ലെങ്കിൽ ഈ ചടങ്ങ് യാഥാർത്ഥ്യമാക്കാൻ കാരണക്കാരൻ ശ്രീ എം എ യൂസഫ് അലി സാറിനെ 2 വാക്കുകൾ പറയാൻ ക്ഷണിക്കുകയാണ്. വെൽക്കം സർ. പറ്റായിയൊന്നുമില്ല. എൻ്റെ സുഹൃത്ത് സഹോദര തുല്യൻ SK എന്നെ ഒരുപാട് പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തു. തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ജെയിംസ്, മറ്റു ആഷിമി, മറ്റ് സഹോദരന്മാർ, അതുകൂടാതെ ആസറ്റ്, ഈ ഞങ്ങൾ ഇരുകൂട്ടരും കൂടി ഏൽപ്പിച്ച ഈ പണി വളരെ
ആത്മാർത്ഥയോടും അന്തസ്സോടുകൂടിയും വളരെ നല്ല നിലയിലും പണി പൂർത്തിയാക്കിയ അസറ്റ് ഹോംസ് സുനിൽ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, സഹോദരന്മാരെ, ഈ ചാരിറ്റി എന്ന് പറയുന്നത് ഇടത്ത് കൈ കൊടുക്കുന്നത് വലത്ത് കൈയോ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈയോ അറിയാൻ പാടില്ല. അതാണ് അതിൻ്റെ ചിട്ട, അതാണ് ശരി, അതാണ് ഞങ്ങളെ പഠിപ്പിച്ചതും. പക്ഷേ SK എന്ന് വിളിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് SK എനിക്ക് വേണ്ടി കീ കൊടുത്താൽ മതിയെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു അത് മറ്റു പലർക്കും അതൊരു പ്രചോദനമാകട്ടെ എന്നാണ്. അപ്പോൾ ആയതുകൊണ്ട് ആ പ്രചോദനമായി ഇനിയും ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്നും മറ്റ് ലോകത്തിൻ്റെ എമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ കേരളത്തിൽ നിന്നും ഈ പാവപ്പെട്ട അവശരും അശനരും നിരാലംബരുമായ ആളുകൾക്ക് തലചയിക്കാനുള്ള സൗകര്യം ഇനിയും ചെയ്തു കൊടുക്കാനുള്ള ആ മാനസികാവസ്ഥ അവർക്കുണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും അവരോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം എല്ലാവരും മുന്നിട്ട് ഇറങ്ങണം. ഇത് ഒരാളുടെ മാത്രം, ഒരു കൂട്ടരുടെ മാത്രം പ്രശ്നമല്ല. ഇന്ന് കേരളത്തിലെമ്പാടും വീടിന് വേണ്ടി വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ, റൊട്ടി മക്കാൻ കപ്പട എന്ന് വടക്കേ ഇന്ത്യക്കാർ പറയുന്ന ആ മക്കാൻ, വീടിന് വേണ്ടി ഒരുപാട് ആളുകളുണ്ട്. ഈ 24 ചാനൽ എൻ്റെ സുഹൃത്ത് SK, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇതൊരു മഹാപ്രസ്ഥാനമായി വളരുകയും അതിലൂടെ തന്നെ ഒരുപാട് ആളുകൾക്ക് പല രീതിയിലും സഹായം കിട്ടുകയും ചെയ്യുക എന്നത് അത് അവരുടെ ഒരു ബാധ്യതയായി തന്നെ അവർ ഏറ്റെടുത്തു എന്നുള്ളതിൽ ഞാൻ അവരോട് പ്രത്യേകം നന്ദിയും അഭിനന്ദനവും രേഖപ്പെടുത്തുകയാണ്. ഒരു രാത്രി ഞാൻ വീട്ടിൽ വന്നിരുന്നു. അപ്പം എൻ്റെ ഭാര്യ എന്നോട് വന്നിട്ട് പറഞ്ഞു, നോക്കൊരു പെൺകുട്ടി, ഒരു സ്ത്രീയും കുട്ടികളുമായിട്ട് കരയുകയാണ്, അവരെ പുറത്താക്കി വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനേ കണ്ടില്ലല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടാമത് എനിക്ക് വെച്ച് തരികയാണ് എൻ്റെ വൈഫ്. അത് വെച്ചപ്പോൾ ഇതാണ് കാണുന്നത്, അവരെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പം തന്നെ ഞാൻ സ്വരാജിനെ വിളിച്ചു, പറഞ്ഞു ഉടൻ SK ആയിട്ട് സംസാരിക്കുകയും ഈ പ്രശ്നം ഇപ്പം തന്നെ സോൾവ് ചെയ്യുകയും ചെയ്യുക. ഞാൻ ചോദിച്ച്, സ്വരാജ് നീ എവിടെയാണ് ഇപ്പോൾ? ഞാൻ ജിമ്മിലാണ്. ഓ, ശരീരം നോക്കുന്നത് ശരി, പക്ഷെ ഇപ്പം നീ ജിമ്മിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഈ കാര്യം കഴിഞ്ഞ് അവരെ വീട്ടിൽ പാർപ്പിച്ചിട്ടേ ഇനി എന്നെ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ആരൊക്കെ ഞാൻ വിളിക്കണം ഒക്കെ വിളിക്കാം. ഇനി ക്യാഷ് ഏത് ബാങ്കാണെന്ന് എനിക്കറിയായിരുന്നില്ല. ക്യാഷ് വേണമെങ്കിൽ ഞാനിപ്പോൾ ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിലെ ആൾക്കാരെ വിളിച്ച് പറയാം, ക്യാഷ് തൽക്കാലം അവരവിടെ കൊണ്ടുവന്ന് വെച്ച് പിറ്റേ ദിവസം കാലത്ത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യും, എന്നാലും താക്കോല് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ സുഹൃത്ത് മണപ്പുറം നന്ദകുമാർ അപ്പം തന്നെ അതിനെല്ലാ സഹായവും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ആ ക്രിട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് മനുഷ്യൻ സഹായിക്കുന്നു എന്നുള്ളതിലാണ് എനിക്ക് ഈ ചാനലിനോടും പ്രത്യേകിച്ച് SKയോടൊക്കെ ഉള്ള പ്രത്യേകമായ സ്നേഹവും മതിപ്പും. അപ്പോൾ 5 വീട് കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം കൂടുതൽ വേണ്ടേ? അപ്പോൾ 2 കാര്യം ഞാൻ ഇപ്പം എൻ്റെ കേരളത്തിലെ ഫൈനാൻസ് നോക്കുന്ന പീതാംബരൻ നായർ 29 കൊല്ലമായി എൻ്റെ കൂടെ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ വീടിൻ്റെ കീ ഏറ്റുവാങ്ങുന്നവർക്ക് ഈ 2 ലക്ഷം റുപ്യ സാധനങ്ങൾ മേടിക്കണ്ടേ, ഫർണിച്ചറോ സാധനങ്ങളോ മേടിക്കാൻ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഒരു 10 വീട് കൂടി നിങ്ങൾ അസറ്റ് ഹോം തന്നെ അവിടെ ഉണ്ടല്ലോ, അവരെ തന്നെ ഏൽപ്പിക്കാം നമ്മൾ 10 വീട്. ഇത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കേണ്ടത് നിങ്ങളാൾക്കാർ ചെയ്യാത്തതെന്ന്. എൻ്റെ ആളുകളെ ഞാനത് ഏൽപ്പിച്ചാൽ എനിക്ക് അവരെ വിശ്വാസക്കുറവ് കൊണ്ടല്ല, അത് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും 1% പ്ലസ് ആൻഡ് മൈനസ് വന്നാൽ അത് വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. കാരണം അത് ചിലപ്പോൾ അത് കമ്മ്യൂണലാവാം, റിലീജിയസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്കാകാം. അപ്പോൾ ഇതേമാതിരി മാധ്യമ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചാൽ അവരതിൻ്റെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അർഹതപ്പെട്ടവർക്ക് അവർ കൊടുക്കും എന്നുള്ള ഉത്തമ വിശ്വാസം കൊണ്ടാണ് ഞാനിത്
10 വീട് കൂടി ഞാൻ 24 SK ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഉടൻ തന്നെ പണി പൂർത്തിയാക്കുക, സമയം വൈകരുത്. അതിന് എന്നെ അസറ്റ് സഹായിക്കണം, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം. കാരണം ഈ കാത്തിരിപ്പ്, ഹോപ്പ് കൊടുത്തിട്ട് കാത്തിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം അതിനുവേണ്ടി പരിശ്രമിക്കുകയും അവസാനിപ്പിക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും പ്രത്യേകം ഇവിടം ചെയ്യണം. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും അടുപ്പത്തിനും ഞാൻ അന്നും ഇന്നും എപ്പോഴും കേരളീയനാണ്. കേരളത്തിൻ്റെ ഏത് പ്രശ്നങ്ങളിലും എൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും ഞാൻ ഏത് സമയത്തും തയ്യാറാണ്. ഇന്ത്യയുടെ പൊതുവായ പ്രശ്നത്തിലും പല കാര്യങ്ങളിലും അന്നിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ രാജ്യം ഇനിയും പുരോഗമിക്കണം. 5 ട്രില്യൺ എക്കണമിയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ വരുന്ന എന്തിനേയും നമ്മൾ ഒരുമിച്ച് നേരിടേണ്ടവരാണ്. കാരണം ഭാവി തലമുറയുടെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും 5 ട്രില്യൺ എക്കണമിയിലേക്ക് ഇന്ത്യ എത്തുമെന്നുള്ളതിൽ നമ്മൾക്കൊന്നും വിഷമം വിചാരിക്കേണ്ട. ആ നിലയ്ക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ. ഇനിയും ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഏത് മതസ്ഥാപനങ്ങളിലും പോയാൽ അവരോട് പറയാറുള്ളത്, നിങ്ങൾ രാജ്യസ്നേഹികളായി വളരുക. ഹുബ്ബുൽ വത്തൻ മിനൽ ഈമാൻ, നിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നിൻ്റെ രാജ്യത്തെ സ്നേഹിക്കുക എന്നത്. രാജ്യത്തെ സ്നേഹിക്കുക എന്നത് രാജ്യത്തുള്ളവരെയും രാജ്യത്തിനു വേണ്ടിയും രാജ്യത്തെ സ്നേഹിക്കുക, അതോടൊപ്പം രാജ്യത്തിൽ താമസിക്കുന്നവരെയും സ്നേഹിക്കുക. അതേത് മതവിഭാഗങ്ങളിൽപ്പെട്ടവരായാലും ഏത് നിറങ്ങളിൽപ്പെട്ടവരായാലും അതൊന്നൊരു പ്രശ്നമില്ല. ആയതുകൊണ്ട് നമ്മുടെ യുവതലമുറയ്ക്ക്, ഭാവി തലമുറയ്ക്ക് ഭാസുരമായൊരു രാജ്യം നമ്മളുടെ ബാധ്യത കൂടിയാണ്. ആ രാജ്യം അവർക്കും സന്തോഷകരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് നമ്മളെല്ലാവരും കൂടിയാണ്. ആയതുകൊണ്ട് ഈ 5 ട്രില്യൺ എക്കണമിയിലേക്ക് പോകുന്ന ഈ രാജ്യത്തിലെ എല്ലാ രീതിയിലും നമ്മൾ സഹായിക്കാം, സഹകരിക്കാം. ഞാൻ ഈ പരിപാടിയിൽ പറ്റില്ല എന്ന് വീണ്ടും SKയോട് പറഞ്ഞപ്പോൾ SK പറഞ്ഞു, അതല്ല, നിങ്ങൾ മുഖാന്തരം വേറെ ആളുകൾക്കൊരു പ്രചോദനമാകട്ടെ എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നതല്ലാതെ ഇത് കൊടുത്തുകൊണ്ടൊരു പേരെടുക്കാനല്ല. താങ്ക് യു വെരി മച്ച്. കാരുണ്യത്തിന്റെ വാക്കുകൾക്ക് ഇനിയും നിലയ്ക്കാത്ത സഹായ പ്രവാഹത്തിന് താങ്ക്സ് ലോഡ് സർ. ഷെമ യൂസഫ് അലി സർ പറഞ്ഞതുപോലെ ഏറ്റവും അർഹരായ കൈകൾ തന്നെയാണ്. ഇത് ആവശ്യക്കാരുടെ കൈകളിലല്ല, അത്യാവശ്യക്കാരുടെ കൈകളിലാണെന്ന് ഉറപ്പായി നമുക്ക് പറയാം. എന്താണ് ഇപ്പോൾ ലുലു ഗ്രൂപ്പിന്റെ സഹായത്തോടെ ഇപ്പോൾ പൂർത്തിയാക്കിയ 4 വീടുകൾ, 1 കോട്ടയം കുമരകത്താണ്, 2 തൃശ്ശൂർ വടക്കാഞ്ചേരിയിലാണ്, കായംകുളത്ത് കരിയിലക്കുടങ്ങരയിലും പത്തിയൂരും 2 വീടുകൾ, കോട്ടയത്തെ അലീന എന്ന BSc നഴ്സിംഗ് വിദ്യാർത്ഥിനി, തൃശ്ശൂർ ആർദ്രമോൾ, നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി പറയാം. രജിത്ര, സിനി, കനീഷ് ദമ്പതികളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവരുടെ ജീവിതം അതിശക്തമായി കരുത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഈ മഹത്തായ കൈത്താങ്ങ് ഒരു വലിയ ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്തായാലും നമ്മുടെ ഈ സഹായ വഴികളിലേക്ക് ഒരു ചെറിയ പ്രസന്റേഷൻ ഒന്ന് കാണാം. ഏത് രീതിയിലായിരുന്നു അതിന്റെ വഴികൾ എന്ന് AV പ്ലീസ്. 24 വാർഷികത്തിൽ സമ്മാനമായി വ്യവസായി MA യൂസഫ് അലി നൽകിയ വാഗ്ദാനം ഇവിടെ പാലിക്കപ്പെടുകയാണ്. അർഹരായ 5 കുടുംബങ്ങൾക്ക് വീട് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ഇതിൽ 4 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 5ാമത്തെ വീട് വളരെ വേഗം പൂർത്തിയാക്കും. അത് വയനാട് ബത്തേരിയിലെ സജനിക്കും കുടുംബത്തിനുമാണ്. ചോർന്നൊലിക്കുന്ന പഴയ വീട്ടിൽ ദുരിത ജീവിതം അനുഭവിക്കുന്ന അലീന മോഹൻ എന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനിക്കാണ് പദ്ധതിയിലെ ആദ്യ വീട്. അസുഖബാധിതരായ അച്ഛനെയും അമ്മയെയും പരിചരിക്കുന്ന അലീനയ്ക്ക് വലിയ ആശ്വാസമാണ് ഈ കൈത്താങ്ങ്. ദീർഘനാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. യൂസഫ് അലി സാറിനോടും 24നോടും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. കഴിഞ്ഞ വിഷുദിനത്തിൽ തറക്കല്ലിട്ട വീടിന്റെ പണി നിശ്ചിത സമയത്ത് പൂർത്തിയാക്കി അസറ്റ് ഹോംസ്. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും പിന്തുണയും ലഭിച്ചു. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് അലീനയും കുടുംബവും. അച്ഛനും അമ്മയും ഇല്ലാത്ത 2 കുട്ടികൾക്കാണ് തൃശൂരിൽ വീടൊരുക്കിയത്. അടച്ചുറപ്പില്ലാത്ത കൊച്ചു ഷെഡിൽ കഴിഞ്ഞിരുന്ന ആർദ്രയുടെയും ചേട്ടൻ അർജുന്റെയും അവർക്ക് തുണയായ അമ്മൂമ്മയുടെയും സുരക്ഷിതമായ വീടെന്ന സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്. 2 കിടപ്പുമുറികളടക്കം മികച്ച സൗകര്യങ്ങളോടെയുള്ള വീട്. തൃശൂർ അമ്പലപുരത്തെ സെബി ജോർജാണ് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം
സൗജന്യമായി നൽകിയത്. കുട്ടികളുടെ കാര്യത്തിൽ വലിയ വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാൽ അവർക്ക് ഒരാളില്ലല്ലോ തുണയ്ക്ക്. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഇല്ലാത്ത കാരണം ഇങ്ങനെ ചാനലിൽ കൊടുത്താൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വല്ല വീടോ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മൊബൈലിൽ സെർച്ച് ചെയ്ത് ആ പെൺകുട്ടി മൊബൈലിൽ സെർച്ച് ചെയ്തിട്ട് അതിന് നമ്പർ എടുത്ത് തന്നതാണ്. അങ്ങനെ വിളിച്ചപ്പോൾ അവിടെ നിന്ന് സാറ് തിരിച്ച് വിളിച്ചു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപേക്ഷ വെച്ചു. അങ്ങനെയാണ് ഇപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചതും പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയതും. നല്ല സന്തോഷമുണ്ട്. ഇത്ര നാളും ആ വീട്ടില് ചോറിന് വീടൊക്കെ ആയിരുന്നു. അപ്പൊ ആ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ സന്തോഷമുണ്ട്. ഞങ്ങൾ വീട് ചോർന്ന് വീരായിരുന്നു. ഇപ്പൊ പുതിയ വീട്ടിലേക്ക് പോണതിന് നല്ല സന്തോഷമുണ്ട്. ആലപ്പുഴ ജില്ലയിലാണ് മറ്റ് 2 വീടുകൾ. കായംകുളം പത്തിയൂർ പഞ്ചായത്ത് 10-ാം വാർഡിൽ രജിത്ര മോഹനും കുടുംബവും കഴിഞ്ഞിരുന്നത് കുടുംബ വീട്ടിലാണ്. മഴ പെയ്താൽ ജീവിതം ദുസ്സഹമായിരുന്നു. ഫ്ലവേഴ്സ് 1 കോടിയിൽ പങ്കെടുത്ത രജിത്രയുടെ അവസ്ഥ അറിഞ്ഞതോടെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് വീടിനായി ലുലു ഗ്രൂപ്പിന് പേര് നിർദ്ദേശിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ശ്രീകണ്ഠൻ സാറിനോടും അതുപോലെ തന്നെ യൂസഫ് അലി സാറിനോടും അസറ്റ് ഹോംസിനോടും അതിൻ്റെ എല്ലാ പ്രവർത്തകരോടും പിന്നെ 24 കണക്റ്റിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഫ്ലവേഴ്സ് 24 ടീമിനോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിലം പൊത്താറായ ഷെഡിൽ താമസിച്ചിരുന്ന കായംകുളം കരിയിലക്കുളങ്ങര പുതിയ വിളയിൽ കനീഷ് സിനി ദമ്പതികൾക്കുള്ള വീട് നിർമ്മാണവും പൂർത്തിയായി. ഫ്ലവേഴ്സ് 1 കോടിയിൽ പങ്കെടുത്തപ്പോൾ ലഭിച്ച സമ്മാനത്തുകയും കനീഷിന്റെ പേരിലുണ്ടായിരുന്ന പലചരക്ക് കട വിറ്റുകിട്ടിയ പണവും സുമനസ്സുകളിൽ നിന്ന് ലഭിച്ച സാമ്പത്തിക സഹായം കൊണ്ടാണ് സ്ഥലം വാങ്ങിയത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷം നൽകിയ 24-നും ശ്രീകണ്ഠൻ നായർ സാറിനും അതിലുപരി MA യൂസഫ് അലി സാറിനും ഒരുപാട് നന്ദിയുണ്ട്. വയനാട് മീനങ്ങാടി നെല്ലിച്ചോട് അത്തിനിലത്ത് ചെറിയ ഷെഡിൽ ദുരിത ജീവിതം നയിക്കുകയായിരുന്ന സജിനിക്കും കുടുംബത്തിനും ആശ്വാസത്തിന്റെ തണലൊരുങ്ങുകയാണ്. വീട് നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ബത്തേരി കൊളകപ്പാറ പൂതിക്കാട് ജയ്ഹിന്ദ് നിവാസിൽ ജെയിംസും കുടുംബവും സൗജന്യമായി വിട്ടു നൽകിയ 25 സെന്റിൽ നിന്നുള്ള 5 സെന്റ് ഭൂമിയിലാണ് ഇവർക്കായി വീട് നിർമ്മിക്കുന്നത്. എനിക്ക് 5 സെന്റ് സ്ഥലം തന്നത് ജെയിംസ് എന്ന് പറയുന്ന ചേട്ടനാണ്. വീട് പണിത് തരുന്നത് MA യൂസഫ് അലി സാറും 24 ചാനലും കൂടിയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മളുടെ വീട് നിർമ്മാണ വഴിയിൽ ഏത് രീതിയിൽ അത് സെലക്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാണെന്ന് കരുതുന്നു. നമുക്കിനി നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ്, താക്കോൽദാന ചടങ്ങിലേക്കാണ്. ഞാൻ ആദ്യം വിളിക്കുന്നത് കോട്ടയം കുമരകത്തെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ശ്രീമതി അലീന മോഹനെയാണ്. വെൽക്കം അലീന. താങ്ക് യു അലീന. ഇനി ഞാൻ വേദിയിലെ ക്ഷണിക്കുന്നത് ആർദ്രയാണ്. ആർദ്രയും അർജുനും SKN എഴുതിയ ഒരു കത്തിൽ നിന്നാണ് ആർദ്രയുടെ വീട് നിർമ്മാണത്തിലേക്കുള്ള ഒരു വീട് എന്നല്ല, ഒരു കിടപ്പാടം എന്നുള്ള വിശാലമായ അർത്ഥം അതിനുണ്ട്. ആർദ്രയെയും വീട്ടുകാരെയും അർജുനെയും ഒക്കെ ഞാൻ ഈ വേദിയിലെ ക്ഷണിക്കുന്നു. വെൽക്കം ആർദ്ര. അത്താണിക്കടുത്താണ് അമ്പലപ്പുറത്ത് 4 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത് ശ്രീ സെബി ജോർജ് ആണ്. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരത്തിന്റെ പിന്തുണ, നഗരസഭാ ചെയർമാൻ ശ്രീ സുരേന്ദ്രൻ ഒക്കെയുള്ളവരുടെ വലിയ പിന്തുണ നമുക്ക് ആർദ്രയ്ക്കും അർജുനും ഈ വീട് നിർമ്മിച്ച് നൽകുന്നതിൽ അത് സാക്ഷാത്കരിക്കുന്നത് വലിയ സഹായമായിട്ടുണ്ട്. താങ്ക് യു, താങ്ക്സ് ലോട്ട്.
താങ്ക് യു. ഇനി അടുത്ത ആലപ്പുഴ ജില്ലയിലെ കായംകുളം പത്തിയൂർ പഞ്ചായത്തിലെ രജിത്ര മോഹനെ വേദിയിലേക്ക് ക്ഷണിക്കാം. വെൽക്കം രജിത്ര. ഈ രജിത്ര മോഹന് ഒരു വാർത്താ വായനക്കാരിയാണ് ലോക്കൽ കേബിളിൽ. പക്ഷേ ഒരു റെക്കോർഡ് ഇട്ടു. പ്രധാന വാർത്തകൾ വായിക്കാനായിട്ടിരുന്നപ്പോഴേ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞേ? പ്രധാന വാർത്തകൾ വായിക്കാൻ എന്താ സംഭവിച്ചത്? എഴുതിയിട്ടില്ലായിരുന്നു. പ്രധാന വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല എന്ന് നാട്ടുകാരോട് പറഞ്ഞ ആളാ. അപ്പോൾ വീഡിയോ ട്രോളായിരുന്നു. സാറേ കംപ്ലീറ്റ് ട്രോൾ ചെയ്ത ആൾക്കാരെ കുളമാക്കി കളഞ്ഞു. നമ്മളെ ഫ്ലവേഴ്സ് ഒരു കൂടി മത്സരാർത്ഥി കൂടിയായിരുന്നു രജിത്ര. താങ്ക് യു രജിത്ര. ഇനി കായംകുളം കരിയിലക്കുളങ്ങലിലെ കനീഷ് സിനി ദമ്പതികളെ കൂടി വേദിയിൽ ക്ഷണിക്കുകയാണ്. ഫ്ലവേഴ്സ് ഒരു കോടിയുടെ മത്സരാർത്ഥികളായിരുന്നവർക്ക് അവർ ആ മത്സര സമ്മാനം ഉപയോഗിച്ചുകൊണ്ട് കനീഷിന്റെ പെട്ടിക്കട ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റുകൊണ്ട് സ്ഥലം വാങ്ങി അതിനുശേഷം ആ വീട് നിർമ്മാണം പൂർത്തിയാകുന്നു. അവരെ വേദിയിൽ ക്ഷണിക്കാം. ശരിക്ക് കാല് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യൻ്റെ മുന്നിൽ കുമ്പിടാൻ പാടില്ല എന്ന വിശ്വാസക്കാരനാണ്. പക്ഷേ അതല്ല, ദൈവത്തിൻ്റെ മുന്നിലല്ലാതെ ആരുടെ മുന്നിലും തലകുനിക്കാൻ പാടില്ല, നമ്മളങ്ങനെ വിശ്വസിക്കണം. പക്ഷെ അതൊരു വിശ്വാസമായതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. താങ്ക് യു സിനി, കനീഷ്. ഈ 4 വീടുകൾ നിർമ്മാണം 5ാമത്തെ വീട് വയനാട് മീനങ്ങാടി സജനിക്കാണ്. അധികം വൈകാതെ തന്നെ നമുക്ക് ആ വീടിന്റെ താക്കോൽദാനം നിർവഹിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. നേരത്തെ സ്കേൻ പറഞ്ഞതുപോലെ സ്ഥലത്തിന്റെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അത് അതിവേഗം പരിഹരിച്ചു വരുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞു നമുക്ക് അസറ്റ് ഹോംസിനെ മറക്കാൻ കഴിയില്ല. ഈ ഒരു വിളിക്കാം സ്കേൻ. ഞാൻ പറഞ്ഞു സുരേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ അസറ്റ് ഹോംസ് അവർ അവരുടെ ലാഭം എടുത്തിട്ടില്ല, മാത്രമല്ല അവരുടെ സ്റ്റോറിൽ നിന്നും അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായും ഈ ചടങ്ങിൽ ശ്രീ വി സുനിൽകുമാറിനെ കൂടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യാം. വെൽക്കം സർ. രണ്ടു വാക്ക് പറയാൻ വേണ്ടി വി സുനിൽകുമാർ. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. കാരണം തികച്ചും അർഹതപ്പെട്ട ആൾക്കാർക്കാണ് വീടുകൾ ലഭിച്ചതെന്നുള്ള വലിയ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു അസറ്റ് ഹോംസ് ഏകദേശം 8000 പേർക്ക് വീട് പണിത് താക്കോൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഇപ്പം കൊടുത്ത താക്കോലിൻ്റെ അത്രയും ഒരു സന്തോഷം തോന്നിയിട്ടില്ല. സത്യത്തിൽ വളരെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ചടങ്ങായിരുന്നു. താങ്ക് യു. ശ്രീ വി സുനിൽകുമാറിന് ഒരു ചെറിയ ആദരം എസ്കേൻ കൊടുക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ശ്രീ എം എ യൂസഫ് അലി ഒരു ജോലിയുടെ ഏൽപ്പിച്ചിട്ടുണ്ട്, 10 വീടുകളുടെ പൂർത്തിയാക്കണം. അപ്പോൾ ഈ നന്ദി എല്ലാവരുടെയും ഒന്നിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും താങ്ക് യു. കാരണം ഇത്രയും നിങ്ങൾക്കറിയുന്ന പോലെ അസറ്റ് ഹോംസ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉന്നത ലീഡിങ് ബിൽഡേഴ്സാണ്. തിരുവനന്തപുരത്തൊക്കെ ചെന്നപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫ്ലാറ്റുകൾ ഒരുപാട് പൊങ്ങിയിരിക്കുന്നു. അവിടെ വിഴിഞ്ഞത്തിൻ്റെ മേലോട്ട് പൊങ്ങിയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അത്രയും നല്ല തിരക്കുകൾക്കിടയിലാണ് ഈ 4 സാധുക്കളായ ആൾക്കാരെ കുടുംബത്തിൽ ഒരു ഇടമുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് സമയം നേരിട്ട് തന്നെ ഇടപെട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഞാൻ നന്ദി പറഞ്ഞ് കുളമാക്കുന്നില്ല. ഓക്കെ, താങ്ക് യു സർ. ചെറിയ ആദരം. അങ്ങ് അദ്ദേഹത്തിന് ഒരു ചെറിയ മൊമെന്റ് സമ്മാനിക്കാൻ. ഈ
ഈ 10 കോടി പൂർത്തിയാക്കുമ്പോൾ എൻ്റെ വക ഇതിലും വലിയൊരു പേയ്മെൻറ്റ് കൂടി കൊടുക്കും. അതെന്താണാവോ അല്ലേ? താങ്ക് യു ശ്രീ വിഷ്ണുകുമാർ. മിസ്റ്റർ എം എ യൂസഫ് അലി സാറിന് ഒരു ടോക്കൺ ഓഫ് താങ്ക്സിന് വേണ്ടി എസ് കെ എന്നെ ക്ഷണിക്കാം പ്ലീസ്. ഇത് ആറന്മുള കണ്ണാടിയാണ്, അങ്ങേക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ആറന്മുള കണ്ണാടിക്കൊരു ചരിത്രമുണ്ട്, അതറിയില്ലേ? അത് മതി. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. പ്രിയപ്പെട്ടവർ, ഈ വേദിയിൽ ഒരു ബുക്ക് കൈമാറുകയാണ്. ആ ബുക്കിന്റെ പേര് എന്നുള്ളതാണ് ബുക്കിന്റെ പേര്. ശ്രീ ശരത് കൃഷ്ണന്റെ ഓദർ ട്രാവൽ സ്റ്റോറീസ് വിത്ത് മൈ മദർ ഓൾ ഓവർ ഇന്ത്യ എന്നുള്ളതാണ്. രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന അമ്മയും മകനുമാണ്. ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ഏഷ്യാനെറ്റിലെ MR രാജൻ, തൃശ്ശൂരിലെ MR രാജന്റെ സഹോദരിയാണിത്, മകനാണ്. ഇവർ രണ്ടുപേരോട് ഒന്നിച്ചൊരു കുറേ യാത്ര ലോകം മുഴുവൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവരൊരു പുസ്തകം അങ്ങേക്ക് സമർപ്പിക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെട്ടു ഈ ചടങ്ങിൽ. പിന്നെ റിക്വസ്റ്റ് ഉള്ളത് അങ്ങ് ഇത് വായിക്കണം എന്നുകൂടിയാണ്. ഈ പുസ്തകങ്ങൾ എനിക്ക് വളരെ ഇഷ്ടവും, ഇപ്പോഴത്തെ പുതിയ തലമുറ പുസ്തകമൊന്നും വായിക്കില്ലെങ്കിലും നമ്മൾ പഴയ തലമുറയിലുള്ളവരാണ്. ഇങ്ങനെ ഞാൻ ഫ്ലൈറ്റിലിരുന്നിട്ടാണ് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക. ഇത് തീർച്ചയായിട്ടും ഇന്ന് മുതൽ ഞാൻ വായന തുടങ്ങാം. ഞാനിപ്പോൾ 2-3 ദിവസം മുമ്പ് കസാക്കിസ്ഥാനിൽ പോയി. അപ്പോൾ ഞങ്ങളുടെ ഹൈനസ് ക്രൗൺ പ്രിൻസായിട്ടാണ് ഒരു ബിസിനസ് ഡെലിഗേഷനിൽ പോയത്. ഇവിടുത്തെ പ്രസിഡൻറ്റിനെ കണ്ടു, മന്ത്രിമാരെ കണ്ടു. അതിലങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഖസാക്കിസ്ഥാനെ പറ്റി നിങ്ങൾക്ക് അറിയുമോ? അപ്പം ഞാൻ പറഞ്ഞു, OV വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ പേര് എവിടെ നിന്ന് കിട്ടിയെന്നോ ഈ രാജ്യവുമായിട്ട് എന്താ അതിന് ബന്ധമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസം OV വിജയൻ്റെ വായിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ മാടമ്പ് കുഞ്ഞുകുട്ടൻ, അതുപോലെ മലയാറ്റൂർ രാമകൃഷ്ണൻ, OV വിജയൻ, അതൊക്കെ പഴയകാല തലമുറയിലെ പ്രഗത്ഭരായ എഴുത്തുകാരും സാഹിത്യകാരന്മാരുമായിരുന്നു. അപ്പോൾ പുതിയ തലമുറയോടും ഞാൻ പറയാറുള്ളത്, ഇതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. കാരണം അവരിപ്പോൾ പുസ്തകം വായിക്കുന്ന പരിപാടിയില്ല, ഒക്കെ ഡൗൺലോഡുള്ളൂ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഈ പുസ്തകം എന്തായാലും അതൊരു യാത്രാ വിവരണമായ കാരണം I will read it. Thank you very much. Thank you. അടുത്ത എഡിഷനിൽ ഒരു ആമുഖം വേണമെന്ന് പറഞ്ഞ് അത് എഴുതി കൊടുക്കാം. അത് സ്വരാജ് കോർഡിനേറ്റ് ചെയ്തോളൂ. താങ്ക് യു. താങ്ക് യു. താങ്ക്സ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇനി വോട്ട് ഓഫ് താങ്ക്സിന് സമയമാണ്. നന്ദി പ്രകാശത്തിനായി ഞാൻ ക്ഷണിക്കുന്നു 24 എഡിറ്റർ ഇൻചാർജ് ശ്രീ PP ജെയിംസ്. വെൽക്കം സർ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഞങ്ങളുടെ ഫ്ലവേഴ്സിൻ്റെയും 24-ൻ്റെയും മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ SKN എന്ന് വിളിക്കുന്ന R. ശ്രീകണ്ഠൻ നായർ, ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണലിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ MA യൂസഫ് അലി, സദസ്സിലിരിക്കുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, വലിയ സന്തോഷമുണ്ടോടെ നിൽക്കുമ്പോൾ ഒരു വിശുദ്ധമായ ഒരു ചടങ്ങ് എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിനൊരു വലിയ അർത്ഥമുണ്ട്. ഇപ്പം ഞങ്ങൾ 24 കണക്റ്റ് എന്ന പ്രസ്ഥാനം, അത് SKൻ്റെ ഒരു വലിയൊരു വിഷനാണത്. 1.5 കോടി മലയാളികളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഇതിനാണ് നമ്മൾ തുടക്കമിട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വീടുകൾ നിർമ്മിച്ച് നൽകുക, മലയാളികളെ കണക്ട് ചെയ്യുക. വിദേശത്തൊക്കെ ഒരുപാട് പൈസയുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവരിൽ ഇപ്പോൾ യൂസഫ് അലിക്കൊക്കെ ചെയ്യുന്ന പോലെ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നറിയില്ല. ഇപ്പോൾ ഞങ്ങളിത് രംഗത്ത് വന്നവിടെ ഒരുപാട് പേര് ആ തരത്തിൽ താല്പര്യം കാണിച്ചു വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വീട് നിർമ്മിച്ച് നൽകിയപ്പോൾ പുലർത്തേക്ക് പോയപ്പോൾ വളരെ കഷ്ടപ്പാടായിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ വീടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ യൂസഫ് അലിക്ക് തന്നെ ഇവിടെ വന്നതിൻ്റെ ഒരു വലിയ വ്യത്യാസം കാണുന്നത്, ഒരുപാട് പേർക്ക് ഇതൊരു പ്രചോദനമാണ്. SKN അത് പറഞ്ഞല്ലോ, നേരിട്ട് വരുമ്പോൾ ഒരു പ്രചോദനം വളരെ വലുതാണ്. തീർച്ചയായിട്ടും 24-നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനാർഹമായിട്ടുള്ളൊരു നിമിഷമാണ്. കാരണം
എസ് കെ എപ്പോഴും ഞങ്ങൾ എഡിറ്റോറിയൽ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ പറയുന്നതുണ്ട്, നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ് ശ്രീ എം എ യൂസഫ് അലി. തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഒരുപക്ഷെ എൻ്റെ പേരെടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ അയൽനാട്ടുകാരനാണ്. പിന്നെ എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് ഞാൻ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഒരുപാട് മലയാളികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു സംഭവം ഉണ്ടായത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഗ്രാൻഡ് ഹയാത്തൊക്കെ ഇരിക്കുന്ന ആ സ്ഥലത്തിൽ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായി. അദ്ദേഹം അതിന് പിൻവാങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങി. അന്ന് ഞങ്ങളൊക്കെ പ്രസ് ക്ലബ്ബാണ് താല്പര്യമെടുത്ത് VS-ൻ്റെ അടുത്ത്, ഉമ്മൻചാണ്ടിയുടെ അടുത്ത്, പിണറായിയുടെ അടുത്ത് പോയി സംസാരിച്ചു. അവർ പറഞ്ഞു യൂസഫ് അലിഖാനെ പോലെ ഒരാൾ പിൻവാങ്ങാൻ പാടില്ല. അങ്ങനെ അവർ പ്രസ് ക്ലബ്ബിൽ വന്ന് മീറ്റ് പ്രസ്സിൽ എല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ച് യൂസഫ് അലിഖാൻ അവിടെ വന്നു. വലിയ കാര്യമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. താൻ പിൻവാങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രോജക്റ്റ് അദ്ദേഹം ഏറ്റെടുത്തു. അതിൻ്റെ പ്രോട്ടോടൈപ്പ് അന്ന് വാങ്ങിക്കാനുള്ള ഭാഗ്യം എനിക്കാണുണ്ടായത്. ആ പ്രോട്ടോടൈപ്പ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് പിന്നീട് യാഥാർത്ഥ്യമായിട്ട് വന്നു. അവിടെ കൺവെൻഷൻ സെൻറ്ററും ഗ്രാൻഡ് ഹയാത്ത് ഉയർന്നു. അത് വെറും ഒരു കാടായിട്ട് കടന്നിരുന്ന സ്ഥലമാണ്, ചതുപ്പ് നിലമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ യജ്ഞങ്ങൾ നടത്തിയ ആളാണ്. തീർച്ചയായിട്ടും 24-ന് ആ കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നൊരു വേദി കൂടിയാണ്. അതിൻ്റെ ടോക്കണായിട്ടാണ് SKN ആറന്മുള കണ്ണാടി നൽകിയത്. ഒരു കേരളത്തിൻ്റെ ഒരു വലിയ പ്രതീകം കൂടിയാണ്. അപ്പോൾ ശ്രീ എം എ യൂസഫ് അലിക്ക് 24-ൻ്റെ പേരിൽ, ശ്രീ SKൻ്റെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. പിന്നെ SKന് ഞാൻ നന്ദി പറയാമെന്ന് പറഞ്ഞാൽ അധികപ്പറ്റാണ്. പക്ഷേ എന്നാലും ഔപചാരികതയുടെ പേരിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ SKNet 40 പോയപ്പോൾ അതിൻ്റെ തുടക്കത്തിലും അവസാനവും ഞാൻ സംസാരിച്ചതാണ്. ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിലുള്ള ആൾക്കാർക്ക് നന്ദി പറയാമെന്നുള്ളൊരു പരിപാടി നമുക്കില്ല. പക്ഷേ അങ്ങനെ വിഷണറി ആയിട്ടുള്ള ആൾക്കാരാണ് പലപ്പോഴും. ഇപ്പം മീഡിയ രംഗത്ത് ഞാനൊക്കെ ഒരുപാട് വർഷങ്ങളായി. പക്ഷേ SKനെ പോലെ മാധ്യമപ്രവർത്തനം മാത്രമല്ല, അതിനപ്പുറത്ത് കണ്ണീര് കാണുന്ന ലക്ഷങ്ങൾക്ക് സഹായമാവണം എന്ന് ചിന്തിക്കുന്നത് ഒരു വലിയ മനുഷ്യപ്പറ്റുള്ള ആൾക്കാർക്കേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ശ്രീ എം എ യൂസഫ് അലി എന്നെ SKനെ വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയൊരു ആദരവ്. അത് SKന് മാത്രമല്ല, ഞങ്ങൾ 24-നും ഫ്ലവേഴ്സിനും കൂടിയുള്ളൊരു ആദരവാണ്. ശ്രീ SKന് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഇനി ഞാൻ ഒരുപാട് പേരെടുത്ത് പറയുന്നില്ല. 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും അതുപോലെ തന്നെ ലുലു ഗ്രൂപ്പിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ എടുത്ത് പറയേണ്ട അസറ്റ് ഹോംസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എൻ്റെ ഒരു സുഹൃത്താണ് ശ്രീ V സുനിൽകുമാർ. അദ്ദേഹം വളരെ പഞ്ചപാവം പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഈസ് എന്താ പറയുക, നല്ല ബിൽഡറും ആർക്കിടെക്റ്റുമാണ്. സോ V സുനിൽകുമാറിന് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ CEO ഉണ്ട്, സന്തോഷ് നായർ, SKൻ്റെ മാഡം ഉണ്ട്, ഉഷാ ശ്രീകണ്ഠൻ നായർ, അതുപോലെ തന്നെ ലളിത മാഡം തുടങ്ങി നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഗോപികൃഷ്ണൻ, ഇങ്ങനെ ഒരുപാട് പേര് ഇവിടെ, നമ്മുടെ സ്വരാജ് അടക്കമുള്ള ലുലുവിൻ്റെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നഗരസഭാ ചെയർമാൻ ശ്രീ സുരേന്ദ്രനെ വെൽക്കം ചെയ്തു. തൃശ്ശൂർ അത്താണിക്കടുത്ത് അമ്പലപുരത്ത് 4 സെന്റ് സ്ഥലം. അതെ അതെ അതെ, ആ സ്ഥലം ഏറ്റെടുക്കുന്നതിനൊക്കെ ഒരുപാട് സഹായിച്ച ഒരുപാട് സപ്പോർട്ട് ചെയ്തു നമ്മുടെ അവിടുത്തെ നിർമ്മാണത്തിന്. താങ്ക് യു. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഓക്കെ വളരെ സന്തോഷം. അങ്ങ് ചെയ്ത നല്ല കാര്യത്തിന് എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. താങ്ക് യു. ബൈ. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ 5ാമത്തെ വീടിൻ്റെ താക്കോൽദാനം, ബാക്കിയുള്ള 10 വീടുകൾ താക്കോൽദാനം ഉടൻ തന്നെ നമുക്കിതുപോലെ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനിച്ചായി, മഹനീയമായ ചടങ്ങ് അവസാനിച്ചായി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.